ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നടക്കും. അറഫ സംഗമത്തിനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്ന് പുണ്യഭൂമിയിൽ ഒത്തുചേരും. മിനായിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞവർ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങിയിരുന്നു. ഹജ്ജ് എന്നാൽ അറഫയാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ ദിനമാണിത്. ഉച്ചയ്ക്ക് മുൻപായി മുഴുവൻ ഹാജിമാരും അറഫയിൽ പ്രവേശിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി വിടവാങ്ങൽ പ്രസംഗം നടത്തിയ അറഫ മൈതാനത്ത് പാപമോചന പ്രാർത്ഥനകളുമായി സൂര്യാസ്തമയം വരെ തീർത്ഥാടകർ ചെലവഴിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം തീർത്ഥാടക ലക്ഷങ്ങൾ അറഫയിൽ നിന്നും തൊട്ടടുത്ത പുണ്യസ്ഥലമായ മുസ്ദലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി മുസ്ദലിഫയിലാണ് തീർത്ഥാടകർ കഴിയുക. ബുധനാഴ്ച രാവിലെ മുതൽ ജംറകളിൽ പിശാചിന്റെ പ്രതീകങ്ങൾക്ക് നേരെയുള്ള കല്ലേറ് കർമ്മം ആരംഭിക്കും. കല്ലേറ് കർമ്മം, ബലികർമ്മം, തലമുടി മുറിക്കൽ, കഅബയെ വലം വെക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നാളെ മുതൽ ആരംഭിക്കും. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി ജംറ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതോടെ വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകും.